സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത്. സ്നേഹം അത് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ശക്തിയാണ്. എന്നാൽ സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ടതുണ്ടോ? ഇല്ല എന്നത് തന്നെയാണ് ഉത്തരം. നിസ്വാർത്ഥമായ സ്നേഹത്തിനാൽ നമുക്ക് ഹൃദയങ്ങൾ കീഴടക്കാം. ബുദ്ധിപൂർവം നിസ്വാർത്ഥമായ സ്നേഹം എങ്ങനെയാണ് നേടുന്നത് എന്ന 5 മാർഗങ്ങളാണ് ഈയൊരു വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിദ്യ. 1. നിസ്വാർത്ഥതയോടെ പ്രവർത്തിക്കുക. യഥാർത്ഥ സ്നേഹം പ്രതിഫലം പ്രതീക്ഷിക്കാത്തതാണ്. നിന്റെ പ്രവൃത്തികളിൽ, നിന്റെ വാക്കുകളിൽ, നിന്റെ ചിന്തകളിൽ മറ്റുള്ളവരുടെ ക്ഷേമം മാത്രം മുന്നിൽ കാണുക. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നത് നോക്കൂ. അവർ ഒന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണ മനസ്സോടെ എല്ലാം നൽകുന്നു. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നു, ഒരു നേതാവ് തൻ്റെ പ്രജകൾക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അവരുടെ സ്നേഹം ലഭിക്കുന്നു. അതുപോലെ തന്നെ നീയും നിന്റെ സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ടതില്ല. നിന്റെ നിസ്വാർത്ഥത സ്നേഹം മറ്റുള്ളവരെ നിന്നിലേക്ക് ആകർഷിക്കും. 2. വിശ്വാസം ഉറപ്പിക്കുക. ചാണക്യതന്ത്രങ്ങളിൽ വിശ്വാസത്തിന്റെ മൂല്യം ഊന്നിപ്പറയുന്നു. സ്നേഹത്തിൽ വിശ്വാസം ബന്ധങ്ങളുടെ അടിസ്ഥാന ശിലയാണ്. നിന്റെ വാക്കുകളും പ്രവൃത്തികളും ഒരുപോലെയായിരിക്കണം. നിന്റെ പ്രിയപ്പെട്ടവർ നിന്നിൽ വിശ്വസിക്കണമെങ്കിൽ നിന്റെ ഉദ്ദേശങ്ങൾ ശുദ്ധമായിരിക്കണം. ചെറിയൊരു വഞ്ചന പോലും ഒരു ബന്ധത്തെ തകർക്കും. നിന്റെ സ്നേഹം എപ്പോഴും സത്യസന്ധമായിരിക്കണം. അത് നിന്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയം ശാശ്വതമാക്കും. 3. ക്ഷമയോടെ സ്നേഹം വളർത്തുക. ചാണക്യതന്ത്രങ്ങൾ ശരിയായ സമയത്ത് ശരിയായ പ്രവൃത്തികൾ ചെയ്യാൻ ഉപദേശിക്കുന്നു. സ്നേഹം ഒരു രാത്രി കൊണ്ട് ഉണ്ടാകുന്ന ഒന്നല്ല. അത് സമയവും പരിശ്രമവും ആവശ്യപ്പെടുന്നു. നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാത്തിരിക്കുക. അവരുടെ വിശ്വാസം നേടുക. ഒരിക്കലും തിടുക്കപ്പെടരുത്. 4. അഹന്ത ഉപേക്ഷിക്കുക. ചാണക്യൻ പറയുന്നു, അഹന്ത ബന്ധങ്ങളെ നശിപ്പിക്കും. സ്നേഹത്തിൽ ഞാൻ എന്ന ചിന്തയെ മറികടക്കുക. നിന്റെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിന്റെ ആഗ്രഹങ്ങളെക്കാൾ മുന്നിൽ വയ്ക്കുക. എളിമയോടെ, ബഹുമാനത്തോടെ അവരുടെ ഹൃദയം നിന്റെ സ്നേഹത്തിനു മുന്നിൽ തലകുനിക്കും. 5. ജ്ഞാനത്തോടെ പ്രവർത്തിക്കുക. ചാണക്യതന്ത്രങ്ങൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഉപദേശിക്കുന്നു. സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ശരിയായ സമയവും രീതിയും തിരഞ്ഞെടുക്കുക. നിന്റെ വാക്കുകളും പ്രവൃത്തികളും സന്തുലിതമായിരിക്കണം. ഈ 5 തത്വങ്ങൾ പിന്തുടർന്ന് നിസ്വാർത്ഥത സ്നേഹത്താൽ ഹൃദയങ്ങൾ കീഴടക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.